ലവ് ജിഹാദൊന്നും ഇല്ല എന്ന് ഇവിടെയുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും പറഞ്ഞിരിക്കെ, ഒരന്വേഷണത്തിലും തെളിയിക്കപ്പെടാതിരിക്കെ, കോടതി തന്നെ അങ്ങനെ വിധി പറഞ്ഞിരിക്കെ, എന്നിട്ടും നിങ്ങൾ ലവ് ജിഹാദുമായിട്ട് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് അങ്ങേറ്റം വർഗീയമാണല്ലോ എന്ന് ചോദിക്കുമ്പോ ആ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വംശീയ ഭീകരവാദി അദ്ദേഹം എന്താ പറയുന്നറിയോ? അതെ, ഞങ്ങളുടെ കണ്ടുപിടുത്തമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ് അങ്ങനെ മുസ്ലിങ്ങൾ ഇതര സമുദായത്തിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ലവ് ജിഹാദ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ രണ്ടാമത് ഉദ്ധരിക്കുന്നത് മറ്റൊരു മുഖ്യമന്ത്രിയെ. ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള സൗഹൃദാന്തരീക്ഷം തകർക്കാൻ കാസ എന്ന RSSന്റെ ഭീകര സംഘടനക്ക് സൗകര്യം ഒരുക്കി കൊടുത്തത് പിണറായി വിജയനാണ് എന്നും പിണറായിയുടെ മന്ത്രിയാണ് എന്ന് തെളിവോടുകൂടി ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ വംശീയതയുടെ മാസ്റ്റർ ബ്രെയിനായ നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലെ മുസ്ലിം പൗരത്വ പ്രക്ഷോഭത്തില് മുസ്ലിം ഭീകരവാദികളുണ്ട് എന്നതിനെ റെഫർ ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. യോഗി ആദിത്യനാഥൻ റെഫർ ചെയ്യുന്നത് VS അച്യുതാനന്ദനെയാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്നെ കേൾക്കുന്നവര് മനസ്സിലാക്കിക്കോ, കേരളം കെട്ടാ പോകുന്നത് എന്ന്. ഇതിന്റെ കൊണ്ട് RSSന്റെ വംശീയ വിദ്വേഷത്തിന് ഇരയാക്കപ്പെടുന്ന സാമൂഹ്യ വിഭാഗമേ, ഒരുമിച്ചൊന്നിച്ചു നിന്ന് ഈ വർഗീയ ഫാഷിസത്തെ, വിദ്വേഷ രാഷ്ട്രീയത്തെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ നമ്മൾ ഉണ്ടാവണം. അയ്യങ്കാളി തിരിച്ചു വരണം, സഹോദരൻ അയ്യപ്പൻ തിരിച്ചു വരണം, വക്കം മൗലവി തിരിച്ചു വരണം, ശ്രീനാരായണ ഗുരു. ഈ യാത്രക്ക് വെൽഫെയർ പാർട്ടി നൽകിയ പേര് സാഹോദര്യ പദയാത്ര എന്നാണ്. സൗഹാർദ്ദം എന്നല്ല, പകരം സാഹോദര്യം എന്ന് തന്നെ ബോധപൂർവം ഫാഷിസ കാലത്ത് നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്ന ഒരു വലിയ ആശയത്തെ വളരെ രാഷ്ട്രീയമായി ഞങ്ങളിവിടെ ഉന്നയിക്കുകയാണ്. ഈ യാത്ര ആരംഭിക്കുമ്പോൾ എന്തായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്കറിയാം. യാത്ര ആരംഭിച്ച് 2 നാൾ പിന്നിട്ടപ്പോഴേക്കും ഈ യാത്ര എത്ര പ്രസക്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കശ്മീരിലെ പഹൽഗാമിൽ ടൂറ് പോയ വിനോദസഞ്ചാരികളായ നമ്മുടെ സഹോദരന്മാർ 26 പേര് തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു വീണത്. തീർച്ചയായും ആ മരിച്ചു വീണവരോട് നമുക്ക് അങ്ങേയറ്റത്തെ അനുഭാവവും ഐക്യദാർഢ്യവുമുണ്ട്. ഒപ്പം നമ്മൾ ദുഃഖിക്കുന്നു. ആ കുടുംബത്തിന്റെ വേദനയിലും ദുഃഖങ്ങളിലും നമ്മൾ തീർച്ചയായിട്ടും പങ്കുചേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നു. നമ്മുടെ രാജ്യത്തെ പൗരന്മാർ ചരിത്രപരമായ കാരണങ്ങളാൽ സംഘർഷ സാധ്യതയുള്ള ഒരു ഭൂപ്രദേശത്ത് ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി ഒരു വിനോദയാത്ര പോകുമ്പോൾ അവർക്ക് സുരക്ഷിതത്വം ഉറപ്പു നൽകുവാൻ നമ്മുടെ ഭരണകൂടത്തിന് ഞങ്ങൾ രാജ്യത്തിന്റെ കാവൽക്കാരാണ് എന്നവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസവും 1000-ലധികം ആളുകൾ സന്ദർശിക്കുന്നിടത്ത് ഒരു സുരക്ഷാ സംവിധാനവുമില്ലായിരുന്നു. സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, ഇന്റലിജൻസ് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. പുൽവാമയ്ക്ക് ശേഷം തീർച്ചയായിട്ടും പഹൽഗാം മറ്റൊരു സുരക്ഷയുടെ ചോദ്യചിഹ്നമായി, കേന്ദ്രം ഭരിക്കുന്നവരുടെ ഒരു പരാജയമായി ഇവിടുത്തെ രേഖപ്പെടുത്തപ്പെട്ടത് വളരെ ആശങ്കയോടുകൂടി ഒരു രാഷ്ട്രീയ ചോദ്യമായിട്ട് കൂടി മരിച്ചു വീണവരോടുള്ള എല്ലാ ദുഃഖവും നമ്മുടെ വേദനയും എല്ലാം അറിയിക്കുന്നതോടൊപ്പം ഒരു രാഷ്ട്രീയ ചോദ്യമായി ഭരണകൂടത്തിന് മുമ്പിൽ ഉന്നയിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാവുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സഹോദര യാത്ര വീണ്ടും പ്രസക്തമാകുന്നു എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ കാരണം, എങ്ങനെയാണ്
കശ്മീരിൽ നടന്ന ഈ വെടിവെപ്പിന് ഇവിടെയുള്ള RSSഉം ഇവിടെയുള്ള BJPയും എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കശ്മീരിലെ മുഴുവൻ മനുഷ്യരും ആ തീവ്രവാദികൾക്കെതിരായിരുന്നു. അവർ ഒറ്റക്കെട്ടായി നിന്ന് അവരുടെ ശക്തമായ പ്രതിഷേധം അവർ രേഖപ്പെടുത്തുകയുണ്ടായി. 126 പേര് മരിച്ചപ്പോ ഈ വിനോദസഞ്ചാരികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കശ്മീരികൾ തന്നെ അവിടെ രക്തസാക്ഷികളായിട്ടുണ്ട്. അവർ ഇവരോട് ഏറ്റുമുട്ടി മരിച്ചു വീണിട്ടുണ്ട്. അതേപോലെ തന്നെ കശ്മീരികൾ തന്നെയായിരുന്നു ആ വിനോദസഞ്ചാരികളെ സുരക്ഷാ സ്ഥാനത്തേക്ക് എത്തിച്ചത്. മരിച്ചുപോയ അച്ഛന്റെ മരണത്തെ കുറിച്ച് അനുസ്മരിക്കുമ്പോ മോള് വളരെ വേദനയോടുകൂടി പറയുന്നുണ്ട്, കശ്മീരിലെ ആ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർ എന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആ കശ്മീരിലെ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ടിരിക്കുമ്പോ, അതിനോട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോ, മരിച്ചു വീണവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ RSSഉം RSSന്റെ തീവ്രവാദ സംഘടനകളും എന്താണ് രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ കശ്മീരികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗ്രയില് ഗുൽഫഹാം എന്ന 25-കാരനായ ഒരു ചെറുപ്പക്കാരനെ ഒരു ഹിന്ദുത്വ ഭീകര സംഘടന കശ്മീരിനോടുള്ള പ്രതികാരം എന്ന് പറഞ്ഞ് അതിക്രൂരമായി വെടിവെച്ചു കൊന്നു. 20 കാശ്മീരി വിദ്യാർത്ഥികൾ അവരുടെ ഹോസ്റ്റലുകളിലും അവരുടെ താമസ സ്ഥലത്തും അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയുണ്ടായി. നമ്മുടെ കേരളത്തില് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ തീവ്രവാദികളുടെ ഈ അക്രമത്തെ അപലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ RSSഉം സംഘപരിവാറും നേതൃത്വം കൊടുക്കുന്നവരും അവരൊക്കെയും സോഷ്യൽ മീഡിയയിലൂടെ അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരവസരം വീണ് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം വിരുദ്ധ വർഗീയത പ്രചരിപ്പിച്ച് സമൂഹത്തിന്റെ അകത്ത് നിൽക്കുന്ന സൗഹാർദ്ദത്തിന്റെ സ്നേഹച്ചരടുകളെ അറുത്തുമാറ്റാനുള്ള വർഗീയതയുടെ വെറുപ്പിന്റെ ഒരു കത്രികയായി ഈ സംഭവം, ഈ കശ്മീർ സംഭവത്തെ RSSഉം BJPയും ഉപയോഗപ്പെടുത്തുകയാണ്. സൗദി അറേബ്യയിലേക്കുള്ള യാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി മടങ്ങി വന്നപ്പോ നമ്മളൊക്കെ വിചാരിച്ചു എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണനിർവഹണ കേന്ദ്രങ്ങളിലെ പ്രമുഖരെല്ലാവരും ചേർന്ന് ഇതിനോട് കൃത്യമായൊരു പ്രതികരണം നടത്തും, ഒരു പരിഹാരമുണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചപ്പോ എന്താണ് സംഭവിച്ചത്? പ്രധാനമന്ത്രി നേരെ ബീഹാറിലേക്ക് പോവുകയാണ്. എന്തിനാണ് ബീഹാറിലേക്ക് പോയത്? എന്താണ് പുൽവാമയ്ക്ക് ശേഷം നരേന്ദ്രമോദിയും അമിത്ഷായും BJP ഈ രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന്, ഈ തിരഞ്ഞെടുപ്പ് വിജയത്തിന് എങ്ങനെയാണ് പുൽവാമ ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളത് അവരുടെ തന്നെ വേണ്ടപ്പെട്ട ആളുകൾ കൃത്യമായിട്ട് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വോട്ട് ഏകീകരിക്കുന്നതിന് വേണ്ടി കാശ്മീരിലെ പ്രശ്നം ഒരു മുസ്ലിം വിരുദ്ധ പ്രശ്നമാക്കി വികസിപ്പിച്ചെടുക്കുന്നത് മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് എന്നിടത്താണ് കശ്മീർ പ്രശ്നം ഒരു രാഷ്ട്രീയ ചോദ്യമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്നെ കേൾക്കുന്നവർ ബുദ്ധിയുള്ളവരാണ്. നിങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിന് ഞാനത് വിട്ടുതരികയാണ്. സാഹോദര്യ യാത്ര എന്ന് നമ്മൾ പറയാൻ ഒരു കാരണമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ചരിത്രത്തെ അറിയാം. നമ്മുടെ കേരളത്തിന്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം ഞാൻ പറയുന്നു, അത് കഴിഞ്ഞകാല ചരിത്രം, സാഹോദര്യത്തിന്റെ ചരിത്രമല്ല. സാഹോദര്യത്തിന്റെ ചരിത്രമല്ല എന്ന് ഞാൻ പറയുന്നത് ജാതി വ്യവസ്ഥയുടെ ചരിത്രമാണ് നമ്മുടെ ചരിത്രം. വഴി നടക്കാൻ പാടില്ലാത്ത, പഠിക്കാൻ പാടില്ലാത്ത പട്ടികജാതി പട്ടിക വിഭാഗക്കാരായ ദലിതർക്കും ഈഴവരും തീയരുമുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്കും പഠിക്കാനും വഴി നടക്കാനും ഭൂവുടമാവകാശത്തിനും സ്വാതന്ത്ര്യമില്ലാത്ത, രാവിലെ 9 മണിക്ക് മുമ്പ് റോട്ടിൽ ഇറങ്ങരുത്,
കാരണം സൂര്യൻ കിഴക്കുദിക്കുമ്പോ നിങ്ങളുടെ നിഴലിന് നീളം കൂടും. 4 മണിക്ക് ശേഷം റോട്ടിൽ ഇറങ്ങരുത്, കാരണം സൂര്യൻ പടിഞ്ഞാറാകുമ്പോ നിങ്ങളുടെ നിഴലിന് നീളം കൂടും. അതുകൊണ്ട് ഇവിടുത്തെ സവർണം നടന്നു പോകുമ്പോ ആ നിഴലിൽ തട്ടിയാൽ അശുദ്ധമാകുമെന്ന, ഒട്ടും തന്നെ സാഹോദര്യത്തെ സമ്മതിച്ചിട്ടില്ലാത്ത അസമത്വത്തിന്റെ, അനീതിയുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്ത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നു, എല്ലാവരും തുല്യരാണ്. ജന്മം കൊണ്ടാർക്കും മഹത്വമില്ല, എല്ലാവരും തുല്യരാണ്. പട്ടികജാതിക്കാരനും ബ്രാഹ്മണനും തുല്യനാണ്. മുസ്ലിമും ക്രിസ്ത്യാനിയും കീഴാള വിഭാഗക്കാരനും അതേപോലെ തന്നെ ഈഴവനും തീയനും എല്ലാവരും തുല്യരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സാഹോദര്യ ബോധത്തിന് മാത്രമേ ചരിത്രത്തെ തിരുത്താൻ സാധിക്കൂ എന്നുറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരമ്മ പ്രസവിച്ച മക്കൾ, ഒരച്ഛന്റെയും ഒരമ്മയുടെയും ഒരുപ്പയുടെയും ഒരുമ്മയുടെയും മക്കൾ എന്ന സാഹോദര്യ ബോധത്തിന് മാത്രമേ നമ്മുടെ രാജ്യത്തെ സാഹോദര്യത്തെ നിഷേധിച്ച ജാതി ചിന്തയുടെ ചരിത്രം സൃഷ്ടിച്ച വിവേചനത്തെ മായ്ച്ചു കളയാൻ സാധിക്കുകയുള്ളൂ. വംശീയതയെ തോൽപ്പിച്ചു കളയാൻ സാധിക്കുകയുള്ളൂ. RSS നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ ഫാഷിസം, ആ ഫാഷിസത്തെ പ്രതിരോധിച്ച് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് സാഹോദര്യ യാത്ര നടത്തുന്നത്. വിവിധങ്ങളായ സമൂഹങ്ങളിലേക്ക്, തീരദേശങ്ങളിലേക്ക്, ആദിവാസികളിലേക്ക്, ദലിത് സാമൂഹ്യ വിഭാഗങ്ങളിലേക്ക്, ഈഴവ സമൂഹങ്ങളിലേക്ക്, സഭകളിലേക്ക്, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ സാമൂഹ്യ വിഭാഗങ്ങളിലേക്ക് കയറി ഇറങ്ങിച്ചെന്ന് അവരോട് സംസാരിച്ച് ചേർത്ത് പിടിച്ച് സാഹോദര്യത്തിന്റെ സ്നേഹച്ചരടിനെ ബലപ്പെടുത്തിക്കൊണ്ടാണ് ഈ യാത്ര നമ്മുടെ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് അങ്ങനെ കേരളത്തിലുടനീളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടിയുടെ സാഹോദര്യ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിന്റെ നവോത്ഥാന പിൻബലത്തിലാണ് ഈ ആശയത്തെ വെൽഫെയർ പാർട്ടി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ജാതീയതയെ, തൊട്ടുകൂടായ്മയെ, വഴി നടക്കാൻ പാടില്ലാത്തതിനെ ഇതിനോട് പൊരുതി വിജയിച്ചവരാണ് നമ്മള്. നവോത്ഥാന മൂല്യങ്ങളിലാണ് കേരളം പുരോഗമിച്ചത്. സാഹോദര്യ അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് കേരളം പുരോഗമിച്ചത്. പക്ഷേ ആ സാഹോദര്യ അന്തരീക്ഷത്തിന് ഇന്ന് ചില വിള്ളലുകൾ സംഭവിക്കുകയാണ്, ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ചരിത്രത്തിൽ ഈ സാഹോദര്യമില്ല. എന്നാൽ അയ്യങ്കാളിയും അതേപോലെ തന്നെ സഹോദരൻ അയ്യപ്പനും അതേപോലെ തന്നെ പൊയ്കയിലപ്പച്ചനും മമ്പുറം തങ്ങളും അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന നായകന്മാർ, മക്കം മൗലവി ഉൾപ്പെടെയുള്ളവർ, അവരെല്ലാവരും ജാതി ചിന്തകൾക്കെതിരെ, സ്ത്രീ വിരുദ്ധതക്കെതിരെ, അയിത്തത്തിനെതിരെ, അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അസമത്വത്തിനെതിരെ, അനീതിക്കെതിരെ പൊരുതിയപ്പോഴാണ് നമ്മുടെ കേരളം ഒരു സൗഹൃദ സാഹോദര്യമായി കേരളമായി രൂപാന്തരപ്പെട്ടത്. എന്നാൽ ഇന്ന് നമുക്കത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നിച്ച് കഴിയുന്നവർക്കിടയിൽ രൂപപ്പെട്ട സാഹോദര്യത്തിന്റെ സ്നേഹച്ചരടുകള് വിദ്വേഷം പ്രചരിപ്പിച്ച്, വെറുപ്പ് പ്രചരിപ്പിച്ച്, വെറുപ്പിന്റെ കത്രിക ഉപയോഗിച്ച് അറുത്തുമാറ്റുന്ന RSSന്റെ വിഭജന വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന ഈ സാഹോദര്യ യാത്ര. പ്രിയമുള്ളവരെ, വിദ്വേഷത്തിന് കേരളം വഴിമാറിയിട്ടില്ല എന്നതായിരുന്നു നമ്മുടെ വിശ്വാസം. പക്ഷേ വിദ്വേഷത്തിനും വെറുപ്പിനും നമ്മുടെ കേരളം കഴിഞ്ഞ 10 വർഷമായി നമ്മൾ എടുത്തു പരിശോധിച്ചാൽ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ കേരളത്തിൽ RSSന് ഒരുപാട് ശാഖകൾ ഉണ്ടായിട്ടും, ഒരുപക്ഷെ ഉത്തരേന്ത്യയെക്കാളും കേരളത്തിൽ ശാഖകൾ ഉണ്ടായിട്ടും, കേരളത്തിന്റെ സമൂഹങ്ങൾക്കിടയിൽ സ്നേഹത്തിൽ കഴിയുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ, ഈഴവർക്കും തീയർക്കും പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ആദിവാസികൾക്കും ദലിത് സാമൂഹ്യ വിഭാഗങ്ങൾക്കും ഇടയിൽ കയറി ഇടപെട്ട് വിള്ളലുണ്ടാക്കാൻ തീർച്ചയായിട്ടും നാളിതുവരെ RSSന് സാധിച്ചിട്ടില്ലായിരുന്നു. എന്തുകൊണ്ട് സാധിച്ചില്ല? അത് ഈ നവോത്ഥാന നായകന്മാർ പഠിപ്പിച്ചു. RSS ഇവിടുത്തെ ഈഴവനെതിരാണ്, RSS ഇവിടുത്തെ തീയർക്കെതിരാണ്, RSS ഇവിടുത്തെ പട്ടികജാതിക്കാർക്കെതിരാണ്, RSS ഇവിടുത്തെ ദലിതർക്കും ആദിവാസികൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരാണ്,
RSS പ്രതിനിധാനം ചെയ്യുന്ന വർഗീയ ഫാഷിസം, സവർണ മേധാവിത്വത്തിന്റെ രാഷ്ട്രീയവും സാമൂഹ്യ മേധാവിത്വവുമാണ് എന്ന് നമ്മുടെ പൂർവികരായ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും കേരളീയ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഈ ഇടിയടപ്പത്തിന്റെ അകത്തേക്ക് RSSന് കടന്നു വരാൻ സാധിക്കാതെ പോയത്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, RSS ഇന്ന് സമുദായങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നു. വളരെ വേദനയോടുകൂടി ഞാൻ പറയുകയാണ്, ഇങ്ങനെയാണ് കേരളത്തില് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ RSSന് കടന്നു വരാൻ കഴിയാത്ത ആ ഭദ്രമായ മതിൽ എങ്ങനെയാണ് പൊളിഞ്ഞത് എന്ന് പരിശോധിക്കുമ്പോ, കേരളത്തിന്റെ ചരിത്രം നാളെ എഴുതുമ്പോ ആ ചരിത്രകാരൻ എഴുതേണ്ടി വരും, RSSന് ഇടമില്ലാത്ത കേരളത്തിൽ RSSന് സമുദായങ്ങൾക്കിടയിൽ RSSന് ഒറ്റക്കെട്ടായി നിന്നിരുന്ന ഈ മുസ്ലിം, ക്രിസ്ത്യൻ, ഈഴവ, പട്ടികജാതി, പട്ടിക വിഭാഗ, ആദിവാസി, ദലിത സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിൽ RSSന് കടന്നു വരാൻ കാരണമായി തീർന്നത് കേരളത്തിലെ പിണറായിസമാണ്, പിണറായിയുടെ രാഷ്ട്രീയമാണ് എന്ന് കൃത്യമായിട്ട് നാളെ ചരിത്രം രേഖപ്പെടുത്തപ്പെടാൻ പോവുകയാണ്. ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി പറയുന്നു, എന്തെങ്കിലും CPM-ന്റെ നേതാക്കന്മാര് മൈക്കിൽ മുമ്പിൽ വന്ന് വിളിച്ചു പറയുന്നത് പോലെ നിരുത്തരവാദപരമായിട്ട് ഞങ്ങൾ പറയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. CPM-ന്റെ അധികാര തുടർച്ചയ്ക്കുള്ള ഇലക്ഷൻ കളമൊരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഇലക്ഷൻ ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല. പക്ഷേ മനസ്സിലാക്കണം, RSSന്റെ മുസ്ലിം വെറുപ്പ് രാഷ്ട്രീയത്തെയാണ് കേരളത്തിൽ CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ അധികാരത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളും ക്രൈസ്തവർക്കും ഇടയിൽ കേരളത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ലല്ലോ സുഹൃത്തുക്കളെ. കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ മുസ്ലിങ്ങളും ക്രൈസ്തവരും എത്ര സാഹോദര്യ ബോധത്തോടുകൂടി ജീവിച്ചിരുന്ന രണ്ട് സമുദായങ്ങളായിരുന്നു. എന്നാൽ ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ചൊന്നിച്ചു നിന്നാൽ RSSന്റെ വംശഹത്യാ രാഷ്ട്രീയം വിജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് RSS മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തില് ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ കാസ എന്ന് പറയുന്ന ഒരു വർഗീയ ഭീകര സംഘടനക്ക് അവർ ജന്മം കൊടുക്കുകയായിരുന്നു. അങ്ങനെ കാസ എന്ന് പറയുന്ന ആ വർഗീയ ഭീകര സംഘടന കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ, RSS ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെയും കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. സഭക്കകത്തും പറയാൻ തുടങ്ങി, പള്ളികളിലും പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഓർമ്മയുണ്ടാകുമല്ലോ, ആ ഒരു പറഞ്ഞുകൊണ്ടിരിക്കലിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു പാലാ ബിഷപ്പിന്റെ പ്രഖ്യാപനം. പാലാ ബിഷപ്പ് എന്താ പ്രഖ്യാപിച്ചത്? ലവ് ജിഹാദില്ലെന്ന് കോടതി പറഞ്ഞപ്പോ, എവിടെയും അത് തെളിയിക്കപ്പെടാതിരുന്നപ്പോ, ആർക്കും തെളിയിക്കപ്പെടാതിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കുന്നു, മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷജനകമായ വെറുപ്പിന്റെ സ്റ്റേറ്റ്മെന്റുകൾ എന്തായിരുന്നു പാലാ ബിഷപ്പ് പറഞ്ഞത്? നാർക്കോട്ടിക് ജിഹാദ്, അതേപോലെ തന്നെ ലവ് ജിഹാദ്, അങ്ങനെ തുടങ്ങിയിട്ട് മുസ്ലിം വെറുപ്പുൽപാദിപ്പിക്കുന്ന RSSന്റെ മുസ്ലിങ്ങളോട് ക്രിസ്ത്യാനികൾക്ക് വെറുപ്പുൽപാദിപ്പിക്കുന്ന മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിലുള്ള ഇഴയടുപ്പത്തെ തകർത്തിട്ട് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് കേരളത്തെ പോലെയുള്ള ഒരു മതേതര സംസ്ഥാനത്ത് ഒരു പാലാ ബിഷപ്പ് എഴുന്നേറ്റ് നിന്നങ്ങനെ സംസാരിക്കുമ്പോ, ഒരു മതേതര മുന്നണി അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം മതേതര കേരളത്തിൽ ഇന്ന് വരെ നമ്മൾ കരുതലോടെ സൂക്ഷിച്ചിട്ട RSSന് MLA-മാരും MP-മാരും ഉണ്ടാകാതെ പോയത്. അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൽ, നവോത്ഥാന മൂല്യങ്ങളുടെ കേരളത്തിൽ RSSനെ അല്ലെങ്കിൽ സവർണ മേധാവിത്വത്തെ അയ്യങ്കാളിയും കൂട്ടരും തടഞ്ഞു നിർത്തിയ കേരളത്തിൽ, ആ കേരളത്തിൽ ഇങ്ങനെ ഒരു വിള്ളലുണ്ടാക്കിയിട്ട് കാസ പ്രവർത്തിച്ചപ്പോ, അതിനുവേണ്ടി ഇവിടെ പാലാ ബിഷപ്പ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോ മതേതര കേരളത്തിന്റെ മുഖ്യമന്ത്രിയും CPM എടുക്കേണ്ട നിലപാടെന്താ? മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന എന്നെ കേൾക്കുന്നവരെ നിങ്ങളോട് ചോദിക്കുന്നു, ഇവരെന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ഇവരെടുക്കേണ്ട നിലപാട് അരുത്. പാലാ ബിഷപ്പ് അത് പറയരുത്. കേരളം എന്ന് പറയുന്നത് മതേതര കേരളമാണ്. RSSന്റെ വർഗീയ അജണ്ട
സൗഹൃദത്തിൽ കഴിയുന്ന മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കരുത്. ഇത് തോന്നിവാസമാണ്, ഇത് സമ്മതിക്കില്ല. പാലാ ബിഷപ്പ് ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം എന്ന് പറയേണ്ടിയിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും LDF-ഉം CPM-ഉം എന്താണ് ചെയ്തത് നിങ്ങൾക്കറിയില്ലേ? അന്ന് മന്ത്രിയെ പറഞ്ഞയച്ചു, അരമനയിൽ പോയി പാലാ ബിഷപ്പിനെ കണ്ടു, എന്നിട്ട് അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്ത് അഭിനന്ദിച്ചു. അവസാനിച്ചില്ല, പുറത്തു വന്നിട്ട് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി. എന്നിട്ട് പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ മന്ത്രി പറഞ്ഞു അദ്ദേഹം മഹാനാണ്, പാലാ ബിഷപ്പ് മഹാനാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത്? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. എന്നെ കേൾക്കുന്നവർ മുഴുവനും മനസ്സിലാക്കിക്കോ. കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സൗഹൃദത്തിൽ കഴിയുന്നത് തകർക്കേണ്ടത് ആർക്കാ? RSS-നാണ്. എന്തിനാണ് അതിന് കൂട്ടുപിടിക്കുന്നത്? അധികാര തുടർച്ചയ്ക്ക് UDF-ന്റെ കൂടി വോട്ട് ബാങ്കായ ക്രൈസ്തവ സമൂഹത്തെ തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റാൻ RSS-ന്റെ ധ്രുവീകരണ രാഷ്ട്രീയത്തെ കേരളത്തിൽ പ്രയോഗിച്ച വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ന് CPM അധപ്പതിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് കടുത്ത പ്രതിഷേധത്തോടുകൂടി, മതേതര കേരളം തകർന്നു പോകുന്നതിലുള്ള അടങ്ങാത്ത സങ്കടത്തോടു കൂടിയാണ്. എന്നാൽ മതേതര കേരളത്തോട് ഗുണകാംക്ഷയോടുകൂടിയാണ് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇതത്ര നിസ്സാരമായ കാര്യമാണോ? ഇതത്ര നിസ്സാരമായ കാര്യമാണോ? ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തല്ലിപ്പിക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ചർച്ചുകൾ മുസ്ലിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പള്ളികൾ, അതേപോലെ തന്നെ പള്ളികൾ ക്രിസ്ത്യാനികൾ ആക്രമിച്ചിട്ടുണ്ടോ? മസ്ജിദുകൾ ക്രിസ്ത്യാനികൾ ആക്രമിച്ചിട്ടുണ്ടോ? ചർച്ചുകൾ മുസ്ലിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടോ? കേരളത്തിലുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ആക്രമിച്ചതാരാ? അത് ഞാൻ പിന്നെ പറയാം. ആക്രമിച്ചിട്ടില്ലല്ലോ. ദളിതർ ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈഴവർ ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവരുടെ ആരുടെയെങ്കിലും ആരാധനാ കേന്ദ്രങ്ങൾ ഈ വിഭാഗങ്ങൾ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് മുസ്ലിം സമുദായത്തിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ കാസ ഉപയോഗിക്കുമ്പോ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന് കൂട്ടുനിന്നില്ലേ? CPM കൂട്ടുനിന്നില്ലേ? LDF കൂട്ടുനിന്നില്ലേ? LDF-ലെ ചില ഘടകകക്ഷികൾ പറയാറുണ്ട് ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന്. അത് സമ്മതിച്ചു തരാൻ മനസ്സില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം എല്ലാത്തിനും CPM-ന്റെ മുഖ്യമന്ത്രി എന്ന ഏകാധിപതിയായ പിണറായിക്ക്, ആ പിണറായിയുടെ മുമ്പിൽ എല്ലാവരും കവാത്തു മറക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ മകടക കക്ഷികൾ എന്ന് പറയുന്നത് അതിനപ്പുറത്ത് അടിമത്തം പ്രഖ്യാപിച്ചവരായതുകൊണ്ട് അവരും എപ്പോഴും നിശബ്ദരായിരുന്നു. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നില്ല. വേണമെങ്കിൽ എനിക്ക് ഒരു 2 മണിക്കൂർ പ്രസംഗിക്കാനുള്ള അത്രക്കും കേരളത്തിന്റെ സൗഹൃദാന്തരീക്ഷത്തെ തകർത്തത് പിണറായിയാണ്, CPM ആണെന്ന് തെളിയിക്കാൻ എന്റെ അടുത്ത് തെളിവുകളുണ്ട്. നിങ്ങൾക്ക് നിഷേധിക്കാനും കഴിയില്ല. എന്നാലും ആവശ്യത്തിന് മാത്രം അലയടിക്കുന്നത് ലോകത്ത് മുഴുവനും വാർത്തകളായിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയില്ലേ? വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ അവർ ഉയർത്തിയ ചൂണ്ടുവിരലും അവർ മുഷ്ടി ചുരുട്ടിയതും അന്താരാഷ്ട്ര വാർത്തകളായിരുന്നു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ രാജ്ഭവനിൽ നടത്തിയ 38 മണിക്കൂർ ആ രാജ്ഭവൻ ഉപരോധം അന്താരാഷ്ട്ര വാർത്തയായിരുന്നു. ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല, അവർ പുറത്താക്കപ്പെടുന്നു, എക്സ്ക്ലൂഷൻ, പുറത്താക്കൽ അനുഭവിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കുറച്ച് പൊള്ളലുണ്ടായി. അപ്പോഴാണ് അദ്ദേഹം ഒരു നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവരിക. ഈ പൗരത്വ പ്രശ്നമൊന്നും മുസ്ലിങ്ങളെ ബാധിക്കില്ല, അത് കുറച്ച് മുസ്ലിം ഭീകരവാദികൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് എന്നൊരു നരേഷൻ നരേന്ദ്രമോദി നിർമ്മിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ നിയമസഭയിൽ നമ്മുടെ മുഖ്യമന്ത്രി പറയാ പൗരത്വ പ്രക്ഷോഭത്തിൽ മുസ്ലിം തീവ്രവാദികളാണ് എന്ന്. തൊട്ടടന നടന്ന പാർലമെന്റിൽ നരേന്ദ്രമോദി പറഞ്ഞു, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൗരത്വ പ്രക്ഷോഭത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റും മുഖ്യമന്ത്രിയും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദി ആരെയാണ് റെഫർ ചെയ്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ സഖാക്കളെ, നിങ്ങൾ ഓർക്കണം, ഈ രാജ്യത്തെ ഗുജറാത്ത് വംശഹത്യയുടെ മാസ്റ്റർ ബ്രെയിനായ അമേരിക്ക ഒരിക്കൽ വിസ നിഷേധിച്ച ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വംശഹത്യയുടെ തലച്ചോറാണെന്ന് മനസ്സിലാക്കിയിട്ട അന്ന് അമേരിക്ക വിസ നിഷേധിച്ചത്. അങ്ങനെയുള്ള വംശീയവാദിയായ നരേന്ദ്രമോദിക്ക് ഉദ്ധരിക്കാനുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ CPM എന്ന് പറയുന്ന ആ പാർട്ടി, അതിന്റെ നേതാവ്
കേരളത്തിന്റെ മുഖ്യമന്ത്രി, മതേതര കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയായിരുന്നു. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. പാർലമെന്റിലും മിനിറ്റ്സ് ഉണ്ട്, നിയമസഭയിലും മിനിറ്റ്സ് ഉണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നരേന്ദ്രമോദി കഴിഞ്ഞാൽ ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് RSSന്റെ അകത്ത് നടക്കുന്ന ഉത്തരം നമുക്കറിയാം. അത് UP മുഖ്യമന്ത്രിയാണ്, യോഗി ആദിത്യനാഥ്. മറ്റൊരു ഭീകരവാദി, ആ ഭീകരവംശീയവാദിയോട് തെരഞ്ഞെടുപ്പ് കാലത്ത് ചാനലിൽ ഒരു അഭിമുഖം നടത്തുമ്പോ എന്താ പറയുന്നത്? അഭിമുഖം നടത്തുന്നവൻ ചോദിക്കുകയാണ്, ലവ് ജിഹാദൊന്നും ഇല്ല എന്ന് ഇവിടെയുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും പറഞ്ഞിരിക്കെ, ഒരു അന്വേഷണത്തിലും തെളിയിക്കപ്പെടാതിരിക്കെ, കോടതി തന്നെ അങ്ങനെ വിധി പറഞ്ഞിരിക്കെ, എന്നിട്ടും നിങ്ങൾ ലവ് ജിഹാദുമായിട്ട് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് അങ്ങേറ്റം വർഗീയമാണല്ലോ എന്ന് ചോദിക്കുമ്പോ ആ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വംശീയ ഭീകരവാദി അദ്ദേഹം എന്താ പറയുന്നറിയോ? അതെ, ഞങ്ങളുടെ കണ്ടുപിടുത്തമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ് അങ്ങനെ മുസ്ലിങ്ങൾ ഇതര സമുദായത്തിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ലവ് ജിഹാദ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ രണ്ടാമത് ഉദ്ധരിക്കുന്നത് മറ്റൊരു മുഖ്യമന്ത്രിയെയാണ്. ഇനി എനിക്ക് ഉദ്ധരിക്കാനുള്ളത് മുഴുവനും അവരുടെ പാർട്ടി സെക്രട്ടറിമാരെയാണ്. പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാരണം എനിക്ക് എന്റെ മുഖ്യമായ വിഷയം അതല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയുള്ള സഖാക്കളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒരു താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു ലോക്കൽ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല ഞാനിവിടെ ഉദ്ധരിച്ചത്. കേരളത്തിലെ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള സൗഹൃദാന്തരീക്ഷം തകർക്കാൻ കാസ എന്ന RSSന്റെ ഭീകര സംഘടനക്ക് സൗകര്യം ഒരുക്കി കൊടുത്തത് പിണറായി വിജയനാണ് എന്നും പിണറായിയുടെ മന്ത്രിയാണ് എന്ന് തെളിവോടുകൂടി ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ വംശീയതയുടെ മാസ്റ്റർ ബ്രെയിനായ നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലെ മുസ്ലിം പൗരത്വ പ്രക്ഷോഭത്തില് മുസ്ലിം ഭീകരവാദികളുണ്ട് എന്നതിനെ റെഫർ ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. യോഗി ആദിത്യനാഥൻ റെഫർ ചെയ്യുന്നത് VS അച്യുതാനന്ദനെയാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്നെ കേൾക്കുന്നവര് മനസ്സിലാക്കിക്കോ, കേരളം എങ്ങട്ടാ പോകുന്നത് എന്ന്. ഇതിന്റെ ഗുണമൊന്നും CPM-ന് കിട്ടൂല, ഇപ്പൊ തന്നെ ഇല്ല. കാരണം എന്താണെന്നറിയോ? അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചെന്ന നല്ല രസ. RSSനേക്കാളും മുസ്ലിം വിരുദ്ധതയാണ് സഖാക്കൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച. അതിന് അടുത്ത 5 വർഷം കൂടി പ്രായം ചെന്ന് മരിക്കുന്നത് വരെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സഖാവ് പിണറായി വിജയനും കുടുംബത്തിനും അധികാരത്തിൽ ഇരിക്കാൻ ഒരുപക്ഷെ നരേന്ദ്രമോദി വർഗീയത ഉപയോഗിച്ച് ജനവിരുദ്ധ രാഷ്ട്രവിരുദ്ധ നിലപാടുകൾ നടപ്പിലാക്കിയിട്ടും അതിനെ മറികടന്ന് വർഗീയത മാത്രം പ്രചരിപ്പിച്ച് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പ്രയോഗിച്ച് അധികാര തുടർച്ച നടത്തുമ്പോ അതേ തന്ത്രം ഉപയോഗിച്ച് 5 വർഷം കൂടി കേരളം ഭരിച്ച് മരിച്ചങ്ങ് പോകാമെന്നാണ് അവർ വിചാരിക്കുന്നതെങ്കിൽ, ആ കാലം കഴിയുമ്പോൾ കേരളത്തില് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവേണ്ടതില്ല. RSS എന്ന് പറയുന്ന ഒന്നുകിൽ RSS പ്രത്യേകിച്ചുണ്ടാവേണ്ടതില്ല, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ RSS ആയിക്കൊണ്ട് CPM-ന് അധികാരത്തിലേക്ക് എത്തിക്കുന്ന സംഘികളായി അതിന്റെ അനുയായികൾ മാറിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപകടകരമായ കാഴ്ചയാണ്. ബംഗാൾ പോലെ, ത്രിപുര പോലെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോ ഗുണകാംക്ഷപൂർവ്വമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഞാനത് പറയുമ്പോ ബംഗാള് പോലെ, ത്രിപുര പോലെ കേരളത്തിലെ CPM-ന് വരാൻ പോകുന്നു എന്ന് പറയുമ്പോ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകർ കൈയടിക്കാതിരിക്കുന്നത് കേരളത്തിന്റെ മതേതര മുന്നണികൾക്ക് സംഭവിക്കുന്ന അതിഭീകരമായ വംശീയ രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തെ കുറിച്ചുള്ള കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ പ്രവർത്തകർ CPM തകർന്നു പോകുമെന്ന് പറയുമ്പോ കൈയടിക്കാതിരിക്കുന്നത് എന്നുകൂടി തീർച്ചയായിട്ടും കേരളത്തെ കുറിച്ച് ഓർത്ത് കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി, വേദനയോടുകൂടി ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. RSS-നും അതേപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെയും ആളുകൾക്ക് ഈ കേരളത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, നിരത്തി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആകാശവാണി ഉദ്യോഗസ്ഥയായിരുന്ന KR ഇന്ദിര 2019 ഒരു FP കമന്റ് നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ? നമുക്കറിയാതെ കേരളത്തിൽ താത്തമാർ പന്നി പെറും പോലെ പെറ്റുപെരുകി ജനസംഖ്യ കൂട്ടി അങ്ങനെ നമ്മുടെ മണ്ണിനെ കീഴ്പ്പെടുത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഈ താത്തമാരുടെ പെറ്റുപെരുകളിൽ നിന്ന്
നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് ശുദ്ധ വർഗീയത, സ്ത്രീ വിരുദ്ധത, വംശീയത ഇതെല്ലാം അന്ന് എഴുതി വിട്ടപ്പോ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ കേസ് കൊടുത്തു. എന്നിട്ടോ 153 IPC 153 അനുസരിച്ച് കേസെടുത്തു. അതായത് ജാമ്യമില്ലാതെ സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അറസ്റ്റ് ചെയ്തോ, അന്വേഷിച്ചോ? ഒന്നും ചെയ്തില്ല. 2 വർഷം കഴിഞ്ഞ് അന്വേഷിച്ചപ്പോ ഒരു നടപടി എടുത്തിട്ടില്ല. അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 6 വർഷം കഴിഞ്ഞപ്പോഴോ ആ കേസ് തന്നെ തട്ടിക്കളഞ്ഞു. ഞാനിതിപ്പോ ഓർക്കുന്നത് കാശ്മീരിന്റെ സാഹചര്യത്തിൽ അതേ ഇന്ദിര വീണ്ടും പറയുന്നു, ഹിന്ദുക്കൾ ആയുധമെടുക്കാനും ആഞ്ഞു വെട്ടാനും പഠിക്കണം. വീണ്ടും സ്റ്റേറ്റ്മെന്റ് വന്നു. ശശികല എന്ന വിശകലയുടെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കാണാറില്ലേ? എത്ര സംഭവങ്ങൾ. സ്വന്തം പിണറായിക്ക് സിന്ദാബാദ് വിളിച്ച അലനെയും തോഹയെയും കയ്യിൽ എന്തോ ലഘുലേഖ വെച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ച, പീഡിപ്പിച്ച, മാനസികമായി തകർത്ത ആ 2 വിദ്യാർത്ഥികളെ തകർത്ത പിണറായിയുടെ പോലീസിന് ഇവരെ പിടിക്കാൻ കഴിയില്ല. എന്താണെന്നറിയോ? RSSന്റെ തത്വമസി എന്ന പോലീസിലെ, കേരള പോലീസിലെ RSSന്റെ തത്വമസി എന്ന സംഘടനയുടെ കീഴിലാണ് പിണറായിയുടെ പോലീസ്. അതുകൊണ്ട് പിണറായിയുടെ RSSന്റെ പോലീസാണ് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സഖാക്കൾക്ക് പോലും രക്ഷയില്ല, സഖാക്കൾക്ക് പോലും രക്ഷയില്ല. ഞാനത് വളരെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ആലോചനയ്ക്ക് വേണ്ടി കേരളത്തിന്റെ സൗഹൃദത്തെക്കുറിച്ചും കേരളത്തിന്റെ സാഹോദര്യത്തെക്കുറിച്ചും സംസാരിക്കുമ്പോ കേരളത്തിന്റെ സൗഹാർദ്ദവും സാഹോദര്യവും തകർക്കാൻ RSS പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനുവേണ്ടി CPM-ഉം പിണറായിയും എങ്ങനെയാണ് തങ്ങളുടെ മടിയിൽ കനമുള്ളത് കൊണ്ടും അധികാര ആർത്തി കൊണ്ടും കേരളത്തെ വിഭജിച്ചു കൊടുക്കുന്നത് എന്നത് വളരെ വേദനയോടുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതോടൊപ്പം മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന കേരളമേ കമ്മ്യൂണിസത്തിലും മാർക്സിസത്തിലും വിശ്വസിക്കുന്നവർ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു, ഈ പിണറായിസത്തിനെതിരെ അകത്തുനിന്ന് ശക്തമായിട്ട് നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ RSSന്റെ കേരളം ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ സഖാവ് പിണറായി വിജയനും CPM-ഉം എന്ന് ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ആ കരുതലും ശ്രദ്ധയും മതേതര കേരളത്തിന് ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തില് RSSന്റെ രാഷ്ട്രസങ്കല്പം എന്താണ്? RSSന്റെ രാഷ്ട്രസങ്കല്പവും വി ഓർ അവർ നാഷണൽ ഡിഫൈനിലൂടെ സവർക്കർ കൃത്യമായിട്ട്, ഗോൾവാൾക്കർ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. മുസ്ലിങ്ങൾ പുറത്താക്കപ്പെടണം, ക്രിസ്ത്യാനികൾ പുറത്താക്കപ്പെടണം, കമ്മ്യൂണിസ്റ്റുകൾ പുറത്താക്കപ്പെടണം. കാരണം അവരൊക്കെ പുറത്തുനിന്ന് വന്നവരാ. പിന്നെന്താ നിങ്ങളുടെ രാഷ്ട്രസങ്കല്പം? പിന്നെ നമ്മുടെ ചാതുർവർണ്ണ വ്യവസ്ഥ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്ര, അത് കഴിഞ്ഞിട്ടോ അവർണ. അപ്പൊ ആരാ ഇതൊക്കെ? ആരാ നമുക്കറിയില്ലേ? ഇത് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും. അതിൽ ശൂദ്രർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുണ്ട്, നായർ സമുദായമാണത്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അവർണരാണ്. ഈഴവർ അവർണരാണ്, തീയർ അവർണരാണ്, ഇവരൊക്കെ അവർണരാണ്. ഇവിടെയുള്ള ദലിത്, ആദിവാസി, പിന്നാക്ക വിഭാഗങ്ങളുടെ കാര്യം പറയും വേണ്ട. ഇവരെയൊന്നും മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാത്ത സവർണ മേധാവിത്വത്തിന്റെ രാഷ്ട്രസങ്കല്പങ്ങളും ദേശീയ സങ്കല്പങ്ങളും വെച്ചു പുലർത്തുന്ന ഒരു അതിഭീകര വംശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നത്. അങ്ങനെയുള്ള RSSന്റെ ഈ രാഷ്ട്ര സംവിധാനത്തിൽ പക്ഷേ ക്രിസ്ത്യാനികളില്ലാതെ, ഈഴവരില്ലാതെ, പട്ടികജാതിക്കാരില്ലാതെ ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ വോട്ട് കിട്ടും? അവർക്ക് ജയിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അവർ സ്വീകരിച്ചൊരു തന്ത്രമാണ്, തൽക്കാലം അതൊന്നും മിണ്ടണ്ട, മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും, മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും. അപ്പൊ മുസ്ലിങ്ങളല്ലാത്തവരുടെയൊക്കെ വോട്ട് കിട്ടും. ഇല്ലെങ്കിൽ അയ്യങ്കാളി എഴുന്നേറ്റ് വരും, ഇല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു എഴുന്നേറ്റ് വരും, ഇല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പൻ എഴുന്നേറ്റ് വരും, വക്കം മൗലവി എഴുന്നേറ്റ് വരും. അതാണ്, അവരൊക്കെ എഴുന്നേറ്റ് വരും. അതുകൊണ്ട് അവരെയും കൂടി അങ്ങോട്ട് പിടിക്കുക. ഇതൊക്കെ നമ്മൾ ആൾക്കാരാ. അതിനാണ് സാംസ്കാരിക ഫാഷിസം എന്ന് പറയാ. അവരൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് തൽക്കാലം ജനാധിപത്യ സംവിധാനത്തിൽ അധികാരം ഉറപ്പാക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയെ പറഞ്ഞു പറ്റിക്കുന്നു, ഈഴവനെ പറഞ്ഞു പറ്റിക്കുന്നു. അതേപോലെ തന്നെ മുഴുവൻ അവരുടെ വംശീയ വെറിക്ക് വിധേയമാക്കപ്പെടുന്ന, നിഴല് പോലും അശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയെ വോട്ട് ബാങ്കാക്കി ഉപയോഗിക്കാൻ വേണ്ടി അപ്പുറത്ത് മുസ്ലിം, പേടിക്കണം മുസ്ലിം ഭീകരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാന് അവരെ സിദ്ധാന്തമൊന്നും പഠിക്കണ്ട,
അവരുടെ സിദ്ധാന്തമാണ് ഉത്തരയിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സിദ്ധാന്തമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് തെരുവിൽ നടക്കുന്നത്, തെരുവിൽ എന്താണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ RSSന്റെ രാഷ്ട്രീയത്തിന്റെ അകത്ത് ദേശത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടിനകത്ത് മുസ്ലിങ്ങളും അല്ലാത്തവരും എന്നൊരു വിഭജനമല്ല ഉള്ളത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തല്ലിക്കൊല്ലപ്പെടേണ്ടവരും പുറത്താക്കപ്പെടേണ്ടവരും വംശഹത്യക്ക് വിധേയമാക്കപ്പെടേണ്ടവരുമാണ്. ദലിതരും ആദിവാസികളും ഈഴവരും പിന്നാക്കക്കാരും അടിമകളാക്കപ്പെടേണ്ടവരുമാണ്. അതാണ് ഉത്തരേന്ത്യയിൽ നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ ഒരു 3 മാസത്തെ വാർത്തകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പുരോഹിതന്മാർക്ക് നേരെ നടന്ന ആക്രമണങ്ങളാണ്, ചർച്ചുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളാണ്. അങ്ങനെ ചർച്ചുകളും പുരോഹിതന്മാരും നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുകയാണ്. ഗ്രഹാം സ്റ്റേൽസിനെയും അതേപോലെ 10ഉം 6ഉം വയസ്സുമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒരു വാനിലിട്ട് ചുട്ടുകൊന്നത്, ആ ചുട്ടുകൊന്നവർക്ക് എല്ലാവിധ സംരക്ഷണം കൊടുത്തത് ഒഡീഷയിലെ BJP ഇന്നും അവർക്ക് വേണ്ടി ആ ചുട്ടുകൊന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള മുഖ്യമന്ത്രി BJPയുടെ മുഖ്യമന്ത്രിയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഹാത്രസിലെ ദലിത് പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന് അവസാനം യോഗി ആദിത്യനാഥിന്റെ സഹായത്തോടുകൂടി അവരുടെ തന്നെ പോലീസ് പാതിരാവിൽ അമ്മക്ക് പോലും കാണിച്ചു കൊടുക്കാതെ ചുട്ടുകൊന്ന്, ബലാത്സംഗം ചെയ്ത് കൊന്ന് പാതിരാക്ക് അമ്മക്ക് പോലും കാണിച്ചു കൊടുക്കാതെ കരിയിച്ച് കളഞ്ഞിട്ട് അങ്ങനെ വാർത്താ ഏജൻസികൾ ഉപയോഗിച്ച് ലോകത്ത് നുണപ്രചരണം നടത്താൻ പ്രത്യേകമായി ഫണ്ടിറക്കി പണിയെടുത്തു അന്ന് യോഗി ആദിത്യനാഥ് എന്ന BJP മുഖ്യമന്ത്രി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ക്രൈസ്തവരോടും പട്ടികജാതി പട്ടിക വിഭാഗക്കാരോടും ഈഴവരോടുമൊക്കെ എന്ത് നിലപാടാണ് ഇവർക്കുള്ളത് എന്നും എന്താണ് ഇവിടെ രാഷ്ട്രീയമെന്നും മണിപ്പൂരിൽ ഇപ്പോഴും ക്രൈസ്തവർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമം എന്താണ് എന്ന കാര്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ RSSന്റെ വംശീയ വിദ്വേഷത്തിന് വിധേയമാകുന്ന മുസ്ലിങ്ങളോട്, ക്രിസ്ത്യാനികളോട്, ഈഴവരോട്, തീയ സമുദായത്തോട്, പട്ടികജാതി പട്ടിക വിഭാഗക്കാരോട്, ദലിതരോടും പിന്നാക്ക വിഭാഗക്കാരോടൊക്കെ ഞങ്ങൾക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് നമുക്കിടയിൽ ഒരു സഹവർത്തിത്വം, സാഹോദര്യത്തിന്റെ സഹവർത്തിത്വം മാത്രം പോരാ. കണ്ടാൽ കെട്ടിപ്പിടിച്ചാലും പുഞ്ചിരിച്ചാലും മാത്രം പോരാ. ഒന്നിച്ച് ഓണങ്ങളിലും അതേപോലെ തന്നെ മറ്റാഘോഷ പരിപാടികളിലും മരണത്തിലും സന്തോഷത്തിലും പെരുന്നാളിലും ക്രിസ്മസിലും ഒരുമിച്ച് കൂടിയാൽ മാത്രം പോരാ. അതിനപ്പുറത്ത് ഈ സാഹോദര്യത്തിന്റെ സാമർത്ഥ്യത്വം അത് വർഗീയ ഫാഷിസത്തിന്റെ വിഭജന രാഷ്ട്രീയത്തിനെതിരായ അതിശക്തമായ പ്രതിരോധത്തിൻ്റെതായ ഒരു സാഹോദര്യ പ്രതിരോധം തീർക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ പ്രതിരോധമായി അതിനെ രൂപപ്പെടുത്തിയെടുക്കണം എന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഹൈന്ദവരായ വിശ്വാസികളോട് വിനീതമായിട്ട് ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും വിശ്വാസികളാണവർ. ആ വിശ്വാസികളെ നിരന്തരമായി പ്രകോപിപ്പിക്കുന്ന, അവരുടെ വിശ്വാസങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന RSS എന്ന ഭീകര സംഘടനയെ നിങ്ങൾ തിരിച്ചറിയണം. ആ ക്രൈസ്തവര പാവപ്പെട്ട കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അത് ആഘോഷിക്കുമ്പോ, അതേപോലെ തന്നെ ജുനൈദുമാരെ തല്ലിക്കൊന്നാഘോഷിക്കുമ്പോ, അതേപോലെ തന്നെ ദലിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊന്നാഘോഷിക്കുമ്പോ, ആഘോഷിക്കുകയും അങ്ങനെ കൊല്ലാൻ പോകുമ്പോഴും അവർ ജയ് ശ്രീറാം വിളിച്ചിട്ടുണ്ട്. പ്രതികളായി പിടിക്കപ്പെട്ടപ്പോ അവർക്ക് മാലയിട്ട് കൊടുത്ത് ജയിലിൽ കൊണ്ടുപോകാനും ജയ് ശ്രീറാം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ജയിലിൽ നിന്ന് അധികാരം ഉപയോഗിച്ച് പുറത്തു കൊണ്ടുവന്നപ്പോഴും അവർ ജയ് ശ്രീറാം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഓർക്കണം, ഇവിടെയുള്ള ദലിതരെയും ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും അങ്ങനെ ഇവിടെയുള്ള ഈഴവരുൾപ്പെടെ ഇവിടെയുള്ള പട്ടികജാതി വിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അവർ അശുദ്ധരായി പുറത്താക്കപ്പെടേണ്ടവരാക്കി മാറ്റി നിർത്തിയിട്ടുള്ള മുഴുവൻ സാമൂഹ്യ വിഭാഗങ്ങളെയും ബലാത്സംഗം ചെയ്യാനും കൊല്ലാനും കൊന്നു തല്ലാനും വംശഹത്യക്കും അവർ ആവേശപൂർവ്വം വിളിച്ചത് ജയ് ശ്രീറാം എന്നാണ്. ജയ് ശ്രീറാം എന്ന് പറയുന്നത് നമുക്കൊരു ജപമാണ്, നമുക്കൊരു മന്ത്രമാണ്. നമ്മൾ ശ്രീരാമന്റെ മഹത്വത്തെ കുറിച്ച്, ശ്രീരാമന്റെ വിജയത്തെ കുറിച്ച് നമ്മൾ ആവേശപൂർവ്വം ജയ് ശ്രീറാം പറയുമ്പോ, പ്രിയമുള്ള വിശ്വാസികളെ, RSS മനുഷ്യരെ ചുട്ടുകൊല്ലാനും
നശിപ്പിക്കാനുമാണ് ജയ് ശ്രീറാം വിളിക്കുന്നത്. ഇത് തിരിച്ചറിയണം വിശ്വാസികൾ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാൽ ഞാൻ അവസാനിപ്പിക്കുകയാൽ ഞാൻ പറയുന്നത്, നിവർത്തന പ്രക്ഷോഭം നമുക്ക് ചരിത്രത്തിൽ അറിയാമല്ലോ. നിവർത്തന പ്രക്ഷോഭം ക്രൈസ്തവർക്കും ഈഴവർക്കും അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ഒരു പ്രാതിനിധ്യവുമില്ലാതെ സവർണ മേധാവിത്വത്തില് നമ്മുടെ കേരളത്തില് തിരുവിതാംകൂർ കാലത്ത് അങ്ങനെയുള്ള ഭരണനിർവഹണ സംവിധാനങ്ങൾ പൊതുമണ്ഡലങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ അന്ന് ക്രൈസ്തവരും അതേപോലെ തന്നെ ഈഴവരും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നിട്ട് നിവർത്തന പ്രക്ഷോഭം നയിച്ചു. ആ മുസ്ലിം ക്രൈസ്തവ ഈഴവ സമുദായത്തിന്റെ ആ മുന്നേറ്റത്തിലൂടെ അന്ന് രൂപപ്പെട്ടു വന്നതാണ് പൊതുമണ്ഡലങ്ങളിൽ പ്രാതിനിധ്യം ഉണ്ടാവണം. അങ്ങനെ PSC ഉണ്ടായി, അതേപോലെ തന്നെ സംവരണം ഉണ്ടായി. അന്ന് നിലനിൽക്കുന്ന അർദ്ധ സർക്കാർ ജനാധിപത്യ സംവിധാനങ്ങളിൽ അതിൽ ജനപ്രതിനിധികൾ ഈ 3 സമുദായത്തിനും ഉണ്ടായി. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ആ നിവർത്തന പ്രക്ഷോഭത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് RSSന്റെ വംശീയ വിദ്വേഷത്തിന് ഇരയാക്കപ്പെടുന്ന സാമൂഹ്യ വിഭാഗമേ, ഒരുമിച്ചൊന്നിച്ചു നിന്ന് ഈ വർഗീയ ഫാഷിസത്തെ വിദ്വേഷ രാഷ്ട്രീയത്തെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ നമ്മൾ ഉണ്ടാവണം. അയ്യങ്കാളി തിരിച്ചു വരണം, സഹോദരൻ അയ്യപ്പൻ തിരിച്ചു വരണം, വക്കം മൗലവി തിരിച്ചു വരണം, ശ്രീനാരായണ ഗുരു തിരിച്ചു വരണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ജാതിയോടൊപ്പം റസാഖ് പാലേരി നയിക്കുന്ന ജാതിയോടൊപ്പം തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരു ഉണ്ട്, സഹോദരൻ അയ്യപ്പനുണ്ട്, വക്കം മൗലവി ഉണ്ട്, അയ്യങ്കാളി ഉണ്ട്, അംബേദ്കറും ഗാന്ധിജിയും ഒക്കെ ഈ യാത്രയോടൊപ്പം വന്നു ചേരുന്നതും നിങ്ങൾ കാണുന്നുണ്ട്. അത്രയും ആശയങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കാൻ, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യനീതിയും സാമൂഹ്യ സമത്വവും സാഹോദര്യവും മുറുകെ പിടിക്കാൻ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആ തത്വങ്ങളിലും മൂല്യങ്ങളിലും ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ആ യാത്രയോടൊപ്പം നിന്നുകൊണ്ട് സൗഹൃദത്തിന്റെ സാഹോദര്യത്തിന്റെ കേരളത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ഉണ്ടാവണേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, വെറുപ്പിന്റെ RSSും CPMും ചേർന്ന് വെറുപ്പിന്റെ കത്രിക ഉപയോഗിച്ച് കേരളത്തിന്റെ സൗഹൃദാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചാൽ അതിന്റെ കൈപിടിക്കാനുള്ള ഇച്ഛാശക്തിയും കരുത്തും മതേതര കേരളമേ നിങ്ങൾ കാണിക്കണം. വെറുപ്പിന്റെ കത്രികയുടെ കൈപിടിക്കാൻ, എന്നിട്ട് സാഹോദര്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ സ്നേഹച്ചരട് ബലപ്പെടുത്തിക്കൊണ്ട് ഈ യാത്രയ്ക്ക് നമുക്ക് സമാപനം കുറിക്കാൻ, അതിന് നിങ്ങൾ എല്ലാവരും നമ്മുടെ പ്രസിഡന്റിന്റെ കൂടെ ഉണ്ടാവണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.